students, welcome to Bosco Campus Vision. This is Seema Dudley. Welcome to my another video on programming in Java. In this video, we will discuss about how to use classes from other packages, that is, the user-defined packages in our program. So we can check how to use user-defined packages in our programs. So here we can see a package named package1, and it has a class named class A, and there is some statements inside the class. There is a function display of to display as class A. Okay, അപ്പോൾ ഇവിടെ ഒരു പാക്കേജ് നമുക്ക് കാണാം, package1, and inside that there is a class. ഒരു class ഉണ്ട്, and ആ ക്ലാസ്സിനകത്ത് functions ഉണ്ട്, statements ഉണ്ട്. Then നമ്മൾ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ I have told you how to save the programs. പാക്കേജ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നുള്ളതും പഠിച്ചിരുന്നു. That is, you have to save this program in a folder. ഒരു ഫോൾഡറിനകത്തായിരിക്കണം നമ്മളത് സേവ് ചെയ്യേണ്ടത്. ആൻഡ് ഫോൾഡർ നെയിം എന്തായിരിക്കണം? It should be package1. package1 എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കണം ഇത് സേവ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് സേവ് ചെയ്യേണ്ട നെയിം എന്താണ്? ക്ലാസ് എ ഡോട്ട് ജാവ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പാക്കേജ് സേവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് we are importing the already created package in our program. ഓക്കെ, നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ആ നേരത്തെ ഡിഫൈൻ ചെയ്ത പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് അവർ യൂസർ ഡിഫൈൻഡ് പാക്കേജ്. അപ്പോൾ അതെങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഇമ്പോർട്ട് package1 ഡോട്ട് ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്ലാസ് എ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുവാണ്. സോ class A from the package1 will be imported to the program. Then our program, that is class package test1, and public static void main, we'll be writing the statements over here. And this file should be saved as package test1.java. Class in the parent package test1, so it should be saved as package test1.java. എന്നിട്ട് നമ്മൾ program compile ചെയ്യും, and the source file and the compile file will be saved in the directory of which package1 as a subdirectory. നമ്മൾ പാക്കേജ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഇതിന്റെ ഫോൾഡറിലായിരിക്കും. നമ്മൾ ഒരു ഫോൾഡറിന്റെ സബ് ഡയറക്ടറിയിലായിരിക്കും നമ്മുടെ പാക്കേജ് സേവ് ചെയ്തിട്ടുണ്ടാകുക. ആ ഫോൾഡറിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാം സേവ് ചെയ്യുക. ഓക്കെ, so we have already seen how to create a package and how to import the package to the program. നമ്മുടെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പാക്കേജ് നമ്മളുടെ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. ആൻഡ് ഹൗ ടു സേവ് എ പാക്കേജ് ആൻഡ് ഓൾസോ ഹൗ ടു സേവ് എ പ്രോഗ്രാം യൂസിങ് ദാറ്റ് പാക്കേജ്, അതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് വി ആർ ഇമ്പോർട്ടിംഗ് ടു പാക്കേജസ് വിച്ച് കണ്ടെയ്ൻ സെയിം ക്ലാസ് നെയിംസ്, ദെൻ ആ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹിയർ വി ഹാവ് അനദർ package2. ആ പാക്കേജിന്റെ പേര് package2, ആൻഡ് ഇറ്റ് ഹാസ് എ class B, ആൻഡ് അതിനകത്ത് there is a variable m and display B off, and there are other statements also. Okay, അപ്പോൾ ഇതൊരു സെക്കൻഡ് പാക്കേജ്. അപ്പൊ നമ്മൾ package1 ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഈ ഒരു പാക്കേജും സേവ് ചെയ്യേണ്ടത് സെയിം രീതിയിൽ തന്നെയാണ്. ഇറ്റ് ഷുഡ് ഹാവ് എ ഫോൾഡർ നെയിംഡ് package2. package2നകത്ത് നമ്മൾ ക്ലാസ് ബി ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് ഈ പ്രോഗ്രാം സേവ് ചെയ്യും. ഓക്കെ, package2നകത്ത് ക്ലാസ് ബി ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യും. So here we have a program which import the two packages. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പാക്കേജും, that is package1 and package2, ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണിത്. import package1 dot class A.
അപ്പോൾ പാക്കേജ് 1-നകത്തുള്ള ക്ലാസ് എ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇമ്പോർട്ട് package 2.star, which means we have to import the whole package. Okay, അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല, നമുക്ക് ആ ഒരു പാക്കേജ് ഫുൾ ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് in our program class package s2, and we have the statements over here creating the objects, then display ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. Okay, so we have created a package 1, then we have created another package 2, and then നമ്മുടെ ഒരു പ്രോഗ്രാമിൽ we have imported the 2 packages, but there was no common functions in the 2 packages. ഈ രണ്ട് പ്രോഗ്രാംസിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് പാക്കേജസിലും സെയിം ഫങ്ഷൻ നെയിംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ there is no error. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിൽ രണ്ട് പാക്കേജസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു എറർ ഒക്കർ ചെയ്യില്ല. ബട്ട് here we have a condition like package 1 public class teacher and public class student. Okay, then in package 2 we have public class courses and public class student. അപ്പോൾ ഇതിനകത്ത് രണ്ടും കോമൺ ആയിട്ട് നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസസിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാക്കേജിനകത്തുള്ള ഫങ്ഷൻ ആണ് ക്ലാസ് ആണ് നമ്മൾ കോൾ ചെയ്യുന്നതെന്നുള്ളതിന് അവിടെ ഒരു എറർ സംഭവിക്കാം. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് തന്നെ മനസ്സിലാക്കാനേ ഉള്ളൂ. When we are importing statements by using the statement import pack1.star and import package2.star. ഇപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ ഏത് പാക്കേജിലുള്ള ക്ലാസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു പ്രോബ്ലം ഒക്കർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ദാറ്റ് ഈസ് ഇഫ് both the packages containing same classes, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ് 1 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിൻ്റെ ആണെന്നുള്ളത് അവിടെ ഒരു പ്രോബ്ലം ഒക്കർ ചെയ്യാം, എറർ ഒക്കർ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് we can use the statement pack1.student1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജ് 1-ന്റെ ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് pack2.student സ്പേസ് student2. ദാറ്റ് മീൻസ് പാക്കേജ് 2-ലുള്ള ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസസിൽ വി ഹാവ് ടു യൂസ് ദി സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ഒരു ക്ലാസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ teacher 1 എന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ there is no error. Okay, then another point to remember is that the variable m നമ്മൾ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, വേരിയബിൾ is declared as protected. Okay, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ when a subclass in another package inherit a protected number, it is not an error. ഒരു protected മെമ്പറിനെ ആക്സസ് ചെയ്യാനായിട്ട് it is not an error. But if it is declared as private or നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ it is private, so നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. So that is why we are declaring it as protected member. Okay, so while working with packages and inheritance in the program, we should be aware about the visibility restrictions imposed by the different access protection modifiers like private, public and protected, and also default. For നമ്മൾ packages use ചെയ്യുന്ന സമയത്ത് we know packages act as a container for classes and other packages, and the classes എന്ന് പറയുന്നത് it act as a container for data and methods.
For namala data and methods declare ചെയ്യുന്ന സമയത്ത് we'll be specifying the access protection modifiers. And ഈ access protection modifiers എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ right way of protection നമുക്ക് provide ചെയ്യാൻ പറ്റുള്ളൂ. So here is a table which tell us about the visibility restrictions given by different protection levels, that is protection modifiers. For visibility level in same class ലാണെന്നുണ്ടെങ്കിൽ default, public, protected and private are visible. Okay, then classes in same package ലുള്ള classes ആണെന്നുണ്ടെങ്കിൽ data and methods declared under default, public, protected and private are private are not visible. Default, public, protected are visible and private is not visible. The same for subclasses in same package. And subclasses outside same package ആണെന്നുണ്ടെങ്കിൽ default ആണെന്നുണ്ടെങ്കിലും private ആണെന്നുണ്ടെങ്കിലും it is not visible. Publicum protected മാത്രമേ നമുക്ക് visible ആയിട്ടുള്ളൂ. ഇനി non subclass outside the package ആണെന്നുണ്ടെങ്കിൽ only private access specifiers ന് മാത്രമേ നമുക്ക് visibility ഉള്ളൂ, ബാക്കിയെല്ലാം restricted ആണ്. The assignment question connected with this topic is explain the visibility restrictions imposed by various access protection modifiers using examples. Write the question and answers in your notebook and forward the pictures to the email ID provided to you. Thank you.